ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. ഇന്നലെ രാത്രിയിലത്തെ എന്ന് പറയാം. അപ്പോൾ വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വിഷുക്കണി പല സ്ഥലങ്ങളിലും പല പോലെ ആയിരിക്കാം ഒരുക്കുന്നത്. ഏതായാലും ഇവിടെ എൻ്റെ രണ്ട് വീടുകൾ, കാരണം എൻ്റെ വീടും ഉണ്ണേട്ടൻ്റെ വീട്ടിലും എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെയാണ് ഞാനും പിന്തുടരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ണേട്ടൻ്റെ അമ്മ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും എൻ്റെ അമ്മ ചെയ്തിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വിഷുക്കണി തയ്യാറാക്കാറ്. രണ്ട് വീട്ടിലും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ട് വീട്ടിലത്തെയും ഇനി ഉള്ള മാറ്റങ്ങളെ രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വിഷുക്കണിയാണ് എൻ്റേത്. ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും വലിയൊരു മാറ്റമൊന്നുമില്ല. ഒരേ ജില്ലക്കാരായതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കൾച്ചറും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ അവിടെ അങ്ങനെ എന്നുള്ള അതൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് കണ്ടതെന്നോ ഇങ്ങനെ അതൊന്നും വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് വീട്ടത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഞാനത് ചെയ്യാം എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വർഷമായി ഞാൻ ഇവിടെ തന്നെ ചെയ്യൽ തുടങ്ങിയിട്ടോ. ഞങ്ങൾ വീട് വെച്ച് താമസം ആയിട്ട് 17 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ തന്നെയല്ലേ കണി വയ്ക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കിൽ ഉണ്ണേട്ടുണ്ട് കേട്ടോ. ഉണ്ണേട്ടനാണ് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ണേട്ടോടെ ഒന്ന് പറയുന്നുണ്ട്. അതുപോലെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുകയാണെങ്കിലും കൂടിയിട്ട് അപ്പോൾ ഏതാണ് ആദ്യം വെക്കേണ്ടത് അങ്ങനെയൊക്കെ ചെറിയ കൺഫ്യൂഷനൊക്കെ നമുക്ക് എപ്പോഴും വരും, എല്ലാ വർഷവും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും കൂടിയിട്ട് അല്ലേ. അപ്പോൾ എല്ലാം ഓർഡറിലൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഇത് വെക്കുമ്പോൾ ഉണ്ണേട്ടൻ പറയാണ് വാൽക്കണ്ണാടി കാണത്തക്ക വിധത്തിൽ വെക്കണം എന്നൊക്കെ എന്നോട് പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഭാഗമാണ് വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിന് ഫ്രണ്ട് ഭാഗത്തിന് 2-3 വട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട് വാൽക്കണ്ണാടീൻ്റെ മുകളിൽ. അപ്പോൾ ആ ഭാഗം ഫ്രണ്ടിലേക്ക് കാണത്തക്ക വിധത്തിൽ വെക്കുകയാണ്. അപ്പോൾ കൊന്നപ്പൂവൊക്കെ അത്യാവശ്യം വെക്കണം എന്നൊക്കെ ഉണ്ണയുടെ ബാക്കിലിരുന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു പിടിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കൊന്നപ്പൂവ്. ഇത് സുധി രാവിലെ നമ്മുടെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹമല്ല കേട്ടോ, ഫോട്ടോ ആണ് വെക്കുന്നത്. കോടി കസവുമുണ്ടിന് പകരം എല്ലാവരും ഇപ്പോൾ ഉടയാടയും കൂടെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടയാട ഇല്ല. ഇനി ഗുരുവായൂർ പോകുമ്പോൾ വേണം ഉടയാട മേടിക്കാൻ. അത് എന്നും വിചാരിക്കും, പക്ഷേ പോകുന്ന സമയത്ത് നമ്മളത് മറന്നു പോവുകയാണ്. ഗുരുവായൂരൊക്കെയാണ് അത് കിട്ടുന്നത്. ഇവിടെ ഈ അടുത്ത ടൗണിലൊക്കെ വളാഞ്ചേരിയോ പെരിന്തൽമണ്ണയൊക്കെ ഉണ്ടാവാം, പക്ഷേ ഗുരുവായൂർ പോയാൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ ഷോപ്പിലും ഉള്ളതാണ്. അപ്പോൾ മേടിച്ചിട്ട് വരാം. പിന്നെ എല്ലാ സ്ഥലത്തൊന്നും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും ഓരോ കാര്യങ്ങളിലും. പിന്നെ പൊതുവായിട്ട് ചില കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവും എന്ന് മാത്രം. അപ്പോൾ ഓരോ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിവുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കണി കാണാൻ വെള്ളരിക്കയും കൊന്നപ്പൂവും ഭഗവാന്റെ ഒരു ഫോട്ടോയും ഒരു നിലവിളക്കും മതി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ കയ്യിൽ എന്തെല്ലാം കിട്ടുന്നുണ്ടോ അതൊക്കെ വെക്കാം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കണി കാണാൻ വയ്ക്കാം. ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, ചക്ക, മാങ്ങ, തേങ്ങ, പഴങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാർഷിക സംഭവങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് കണി കാണാൻ വയ്ക്കാം. പിന്നെ ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ് പറയുക. ഇതെല്ലാം ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതൊക്കെ ഒരു കാർഷിക സമൃദ്ധിയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങളാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പഴങ്ങളാണെങ്കിലും എന്താണോ നമുക്ക് കിട്ടുന്നത് അതൊക്കെ നമ്മൾ കണി കാണാൻ വയ്ക്കുക. എന്തായാലും നമ്മുടെ ഒരു സമൃദ്ധിയല്ലേ വേണ്ടത്. എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. പിന്നെ ഇതൊക്കെ എനിക്ക് അമ്മമാർ പറഞ്ഞു തന്ന സംഭവമാണ് കേട്ടോ. കിണ്ടി വെള്ളം, അതിൽ ഒരു വെളുത്ത പുഷ്പം ഇടണം എന്നൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ തേങ്ങ വെട്ടിയിട്ട് 2 മുറിയാക്കിയിട്ട് അതിൽ നമ്മൾ തിരി ഉണ്ടാക്കിയിട്ട് കത്തിച്ച് വെക്കുന്ന ഒരു പതിവ് ചില സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ചിലവർ തേങ്ങ അങ്ങനെ വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുപോലെ പൊട്ടിച്ചിട്ട് അതിൽ നമ്മൾ തിരിയിട്ട് കത്തിക്കും. അപ്പോൾ ഈ തിരി ഉണ്ടാക്കുന്നതൊക്കെ ഒരു പ്രത്യേക വിധത്തിലാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഉണങ്ങലരി ഒരു തുണിയിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് അതിനുള്ള കത്തിക്കാനുള്ള തിരി ഉണ്ടാക്കുന്നത്. കുറച്ച് സമയം കത്തി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങാമുറിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലാണ് ആ തിരി വെക്കുന്നത്.
നിലവിളക്കിലെ തിരി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മാത്രം ഇടുന്ന രീതിയുണ്ട്. പിന്നെ 5 തിരിയിട്ട് കൊളുത്താം. അങ്ങനെ അതിലൊന്നും ഒരു പ്രത്യേക നിബന്ധനയൊന്നും ഇല്ല എന്നാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ 2 പോലെയും ചെയ്യാറുണ്ട്. ചിലപ്പോഴങ്ങനെ ചെയ്യാറുണ്ട്. അധികം 5 തിരിയിട്ട നിലവിളക്ക് തന്നെയാണ് കൊളുത്താറുള്ളത്. അത് പണ്ട് മുതലും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അധികം 5 തിരിയിട്ട നിലവിളക്ക് തന്നെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഞാനും അതൊക്കെ അനുവർത്തിച്ച് പോരുന്നു എന്ന് മാത്രം. എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല കേട്ടോ. എങ്കിലും ഞാനും കണ്ടു പഠിച്ച കാര്യങ്ങൾ അതുപോലെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. വെള്ളരിക്കയുടെ കാര്യം പറയുമ്പോൾ കണിവെള്ളരി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഇനം വെള്ളരി തന്നെ ഇപ്പം കിട്ടാനുണ്ടല്ലേ. നല്ല സ്വർണ്ണ വർണ്ണ നിറമുള്ള വെള്ളരിക്ക കിട്ടാനുണ്ട്. അപ്പോൾ എനിക്കും കിട്ടിയിട്ടുള്ളത് അതുപോലത്തെ ഒരു വെള്ളരി തന്നെയാണ് കേട്ടോ. നല്ല കറക്റ്റ് വലിപ്പവും ഭാഗമൊക്കെ എൻ്റെ ഉരുളിയിൽ കൊള്ളുന്ന തരത്തിലുള്ള ഒരു വെള്ളരിക്ക തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. നല്ല സ്വർണ്ണ വർണ്ണ നിറം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം നോക്കിയിട്ട് വാങ്ങിക്കുന്നതാണ്. പിന്നെ വെറ്റിലടയ്ക്ക, അത് കണി കാണാൻ ഏറ്റവും വേണ്ട ഒരു വസ്തു തന്നെയാണ്. പിന്നെ കണി കണ്ടിട്ട് നമുക്ക് വിഷുക്കൈനീട്ടം നൽകുമ്പോൾ വെറ്റില അടയ്ക്ക അതിൽ പണം വെച്ചിട്ടാണ് തരാറുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ രീതിയായിരിക്കാം കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിലും ഇവിടെ ഉണ്ണേട്ടൻ്റെ വീട്ടിലൊക്കെ വിഷുക്കൈനീട്ടം തരുമ്പോൾ വെറ്റിലടയ്ക്കയിലാണ് വിഷുക്കൈനീട്ടം എല്ലാവർക്കും കൊടുക്കുക. തുണിയിൽ അരി ഇട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. കാരണം ഇത് കുറച്ച് ടൈറ്റാക്കിയൊക്കെ കെട്ടണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ചുരുട്ടി വെക്കണം. അപ്പോൾ കുറച്ച് ഭാഗം മുറിച്ചൊക്കെ കൊടുക്കണം. അപ്പോഴൊക്കെയാണ് അത് റെഡിയാക്കി എടുക്കുക. അതൊക്കെ പിന്നെ എല്ലാ കൊല്ലവും കെട്ടി ശീലവും പരിചയമൊക്കെ ഉണ്ടാകുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് വർഷമായില്ലേ ഒറ്റയ്ക്ക് തന്നെ വിഷുക്കണി ഒരുക്കം നടത്തുന്നത്. പിന്നെ ഉണ്ണേട്ട അവിടെ ഇരുന്നിട്ട് നിർദ്ദേശങ്ങൾ ഇങ്ങനെ തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിർദ്ദേശം തരുന്നതിനിടയിൽ പോയിട്ട് ഉണ്ണേട്ടം പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നില്ലേ ഇതിൻ്റെ ഇടയിൽ പടക്കം പൊട്ടുന്ന ശബ്ദം. കൊന്നപ്പൂവൊക്കെ രാവിലെ കൊണ്ടുവന്ന് വെച്ചതായതുകൊണ്ട് നന്നായി വാടിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ തളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ചെറിയൊരു വാട്ടം പറ്റിയിട്ടുണ്ട്. പൂവൊക്കെ അങ്ങനെ കൊഴിയാൻ നോക്കുന്നുണ്ട്. പകൽ നല്ല ചൂടായിരുന്നു, അതുകൊണ്ടായിരിക്കും പൂവൊക്കെ വാടി ഓരോന്നൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടുവന്നപ്പോൾ എന്ത് ഭംഗിയായിരുന്നു കാണാനേ അറിയാം. എല്ലാം വിരിഞ്ഞ പൂക്കളുമായിരുന്നു. വിഷുവിനെക്കുറിച്ച് നമ്മൾ പല ഐതിഹ്യങ്ങളും കേട്ടിട്ടുണ്ട് അല്ലേ. അതിലൊരു ഐതിഹ്യമാണ് ഭഗവാന്റെ അരമണിയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ചിലങ്കയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊന്നപ്പൂവിനെ. അതുപോലെ വിഷു ആഘോഷിക്കുന്നത് രാമരാവണ യുദ്ധം കഴിഞ്ഞ് ആ ഒരു വിജയം ആഘോഷിക്കുകയാണെന്ന് അതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുതിയ വർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഘോഷമാണെന്ന് അതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം ഐതിഹ്യങ്ങൾ. എന്തായാലും നമുക്ക് മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള ഒരു നല്ല ഒരു ആഘോഷം തന്നെയാണ് വിഷു. എല്ലാവർക്കും എല്ലാ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷു ആഘോഷിക്കാം. കണി കാണാൻ വയ്ക്കുന്ന വസ്തുക്കളിൽ പ്രധാനമാണ് നാണയം, പിന്നെ സ്വർണം എന്നിവയൊക്കെ. ഞാൻ ഈ കണി വയ്ക്കുമ്പോഴൊക്കെ എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. അമ്മ വൈകുന്നേരങ്ങളിലൊക്കെ അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ നോക്കി നിന്ന് കണ്ടിരുന്ന കാലം. പിന്നെ രാവിലെ ആകുമ്പോഴേക്ക് ഉറങ്ങിയിട്ട് അതൊന്നും ഓർമ്മയില്ലാതിരിക്കും. കണി കാണണമല്ലോ എന്നൊക്കെ ഓർത്ത് കിടന്നാലും രാവിലെ ആകുമ്പോഴേക്ക് അതൊക്കെ മറന്നിട്ടുണ്ടായ ആ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും. പിന്നെ അവർ വന്ന് അച്ഛനും അമ്മയൊക്കെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് കണി കാണിക്കുമ്പോൾ ആണ് ഇന്ന് കണി കാണാനുള്ള ദിവസമാണല്ലോ എന്ന് ചാടി എണീറ്റ് വേഗം പോരുന്നത്. പിന്നെ അതിലേറെ സന്തോഷം വിഷുക്കൈനീട്ടം കിട്ടുന്നത് തന്നെയായിരുന്നു കേട്ടോ. ഞാനതൊക്കെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിലിങ്ങനെ ഓരോരോ ചിന്തകളുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കണിയൊരുക്കൽ കണ്ട് നിങ്ങളാരും ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും വിഷുദിനാശംസകൾ.